എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി കാണുന്നതും കേൾക്കുന്നതും എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം സാമൂഹ്യപരമായി ഇപ്പോൾ നമ്മുടെ നാട്ടിലെ മനുഷ്യർ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടും അതുമായി ബന്ധപ്പെട്ട ചില സാഹചര്യങ്ങളെ പറ്റിയാണ്. ഈ എപ്പിസോഡ് ഷൂട്ട് ചെയ്യുന്നത് ശനിയാഴ്ചയാണ്. ഇന്നലെ ഇന്ത്യയുടെ പരമോന്നത കോടതിയിൽ നിന്ന് ഒരു വിധി വന്നു. പലരും അറിഞ്ഞു കാണും. ഇതിനോടകം തെരുവ് നായയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അത് സുപ്രീം കോടതി സ്വമേധയാ എടുത്ത കേസാണ്. നമുക്കറിയാം, കേരളത്തിൽ ഉടനീളം നമ്മൾ കാണുന്ന ഒരു പ്രധാന പ്രശ്നമാണ് തെരുവ് നായ ശല്യം. അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, തെരുവ് നായ കടിക്കുന്നു, കുട്ടികൾ മരിക്കുന്നു. ഒരു 6 മാസം മുമ്പാണ്, ഞാൻ കൊല്ലം ജില്ലക്കാരനാണ്, പത്തനാപുരത്ത് നിയ ഫാത്തിമ എന്ന് പറയുന്ന ഒരു കുഞ്ഞ്, അവൾ തൻ്റെ വീട്ടിൽ നിന്നും അവളുടെ അപ്പായോടൊപ്പം കടയിലേക്ക് പോയിട്ട് അവൾ ഒറ്റയ്ക്ക്, അപ്പം പറഞ്ഞു നീ മോളങ്ങ് വീട്ടിൽ പോകും, ഒരു 100 മീറ്ററേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. നോക്കി നിൽക്കുന്ന ടൈമിൽ അവൾ വീട്ടിലേക്ക് ഓടിപ്പോവാണ്. ആ ഓടിപ്പോകുന്ന കൂട്ടത്തിൽ പെട്ടെന്ന് തെരുവ് നായ കടിക്കുകയാണ്. ഈ കുഞ്ഞുങ്ങളെ തെരുവ് നായ കടിക്കുമ്പോൾ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുതിർന്നവരെയാണെങ്കിൽ കാലിൻ്റെ താഴേക്കേ കടിക്കുകയുള്ളൂ. സ്വാഭാവികമായിട്ടും ഈ പേവിഷബാധ ഏൽക്കാനുള്ള സാഹചര്യം, അതിൻ്റെ സമയം അല്പം കൂടുതലായിട്ട് വരും. പക്ഷേ കുഞ്ഞുങ്ങളെ ഇത് കടിക്കുമ്പോൾ അത് തെരുവുനായുടെയും പ്രശ്നമല്ല, കുഞ്ഞുങ്ങളുടെയും പ്രശ്നം. സാഹചര്യം അങ്ങനെയാണ്. കുഞ്ഞുങ്ങളുടെ മുഖത്തോ കഴുത്തിനോ ഒക്കെയാണ് കടിയേൽക്കുക. വളരെ പെട്ടെന്ന് ഈ പേവിഷബാധ ഏൽക്കാനുള്ള സാഹചര്യമുണ്ട്. കുഞ്ഞിന് കടിയേറ്റു, ആശുപത്രിയിൽ എത്തിച്ചു, 2 ദിവസം എത്തി. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങളുണ്ട്. അതിൻ്റെ പേവിഷബാധ എടുക്കാൻ താമസിച്ചുവെന്നും, ആദ്യം ചെന്ന ഹോസ്പിറ്റലിൽ പേവിഷബാധയുമായി ബന്ധപ്പെട്ട വാക്സിൻ ഉണ്ടായിരുന്നില്ലെന്നൊക്കെയുള്ള വിവാദങ്ങൾ. അത് രാഷ്ട്രീയ വിവാദമാണ്, സാഹചര്യമാണ്. സത്യം കോടതിയിൽ വരേണ്ടത്. അതുമായി ബന്ധപ്പെട്ട് നിയമപരമായ നടപടിയൊക്കെ കോടതി നടക്കുന്നുമുണ്ട്. എന്തായാലും ആ കുഞ്ഞ് പേവിഷബാധയേറ്റ് മരണപ്പെട്ടു. നമ്മൾ ഈ പേവിഷബാധയേറ്റ് മരണപ്പെടുക എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയുക, അങ്ങേയറ്റം വേദനാജനകവും ഒപ്പം തന്നെ ഭയപ്പെടുത്തുന്നതുമായ ഒരു മരണ രീതിയാണ്. കാരണം ആ പേവിഷബാധ ഏൽക്കുന്നു, അതിൻ്റെ വാക്സിൻ കൃത്യമായിട്ട് ഏൽക്കുന്നില്ല, പിന്നീട് അതിൻ്റെ ആ മരണത്തിലേക്ക് പോകുന്ന സാഹചര്യം, അത് നമുക്കറിയാം. അത് യൂട്യൂബിലൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും അതിൻ്റെ സാഹചര്യം എങ്ങനെയാണെന്ന്. അപ്പോൾ ഇങ്ങനെ ഒരു കുഞ്ഞു മരിച്ചു, പല കുട്ടികൾക്ക് കടിയേൽക്കുന്നു, മുതിർന്നവർ കടിയേൽക്കുന്നു. നമ്മൾ അതിനുശേഷം മറ്റൊരു വിഷ്വൽ ഞാൻ കണ്ടതാണ്. കൊല്ലം ജില്ലയിൽ കടയ്ക്കൽ എന്ന സ്ഥലത്ത് ഒരു പ്രായമുള്ള ഒരു വീട്ടമ്മ, വൃദ്ധയായ വീട്ടമ്മ റോഡിലൂടെ നടന്നു പോകുന്ന സമയത്ത് ഒരു തെരുവ് നായ വന്ന് ആക്രമിക്കുകയാണ്, ക്രൂരമായി ആക്രമിക്കുകയാണ്. അവർ റോഡിൽ കിടക്കുന്നു, നിലവിളിക്കുന്നു. വഴിയിലൂടെ ഒരാൾ യാത്രക്കാരൻ പോയിട്ട് അയാൾ പോലും അവരെ രക്ഷിക്കാൻ ശ്രമിച്ചില്ല. അപ്പോൾ ഇത് നിത്യസംഭവമായിട്ട് മാറുകയാണ്. ഇപ്പോൾ രാവിലെയൊക്കെ നമ്മൾ നടക്കാൻ പോകുന്നവരൊക്കെ പണ്ട് 4 മണിക്കും 5 മണിക്കുമൊക്കെ നടക്കാൻ പോകുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ഞാൻ ഈ വിഷയം പറയുന്നതുകൊണ്ടാണെന്നറിയില്ല, തൊട്ടടുത്ത വീട്ടിൽ തെരുവ് നായ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. അവരെ പറ്റിയുള്ള കോടതി വിധി വന്നറിഞ്ഞോ എനിക്കറിയില്ല, ഞാൻ സാന്ദർഭികവശാൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ആ വൃദ്ധയായ വീട്ടമ്മയെ ആ വഴിയെ പോയ ആൾ പോലും സഹായിച്ചില്ല. പിന്നെ അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് എനിക്കറിയില്ല. അതിനുശേഷം കേരളത്തിൽ ഒരുപാട് ഇതുപോലെ തെരുവ് നായ ആക്രമണം നടന്നു. ഇതിൻ്റെ കണക്കുകൾ പരിശോധിച്ചാൽ വളരെ ഞെട്ടിപ്പിക്കുന്ന സാഹചര്യമാണ്. കാരണം 2023-24 കാലഘട്ടങ്ങളിൽ കേരളത്തിൽ തെരുവ് നായ, ഒരു വർഷത്തിൽ തെരുവ് നായയുടെ കടിയേറ്റതിനേക്കാൾ ഇരട്ടിയാണ് ഈ 2025 ഏതാണ്ട് ഓഗസ്റ്റ് മാസം വരെ, 8 മാസം വരെയുള്ള കണക്ക്. ഒരു വർഷത്തിൽ മുഴുവനേറ്റ കടിയുടെ ഇരട്ടി അടുത്ത വർഷത്തിലായപ്പോൾ 8 മാസം കൊണ്ട് സംഭവിച്ചു എന്ന് പറയുന്നത് വളരെ നമ്മളെ ഭീതിപ്പെടുത്തുന്ന ഒന്നാണ്. ഇതിനെന്താണ് പരിഹാരം? ഇപ്പോൾ പലരും ഞാനിതിനെതിരെ വീഡിയോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ പറയും മൃഗങ്ങൾക്ക് ജീവിക്കണ്ടേ. തീർച്ചയായിട്ടും നമ്മുടെ പ്രിയങ്കരനായ മുഹമ്മദ് ബഷീർ, അദ്ദേഹം കേരളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കഥാകാരനാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഭൂമിയുടെ അവകാശികളെ പറ്റി പറയുന്നുണ്ട്. ഇവിടെ പാമ്പിനും പഴുതാരയ്ക്കും ചെല്ലിക്കും പാറ്റയ്ക്കും പുഴുവിനും കാക്കയ്ക്കും കിളിക്കും സിംഹത്തിനും മനുഷ്യനും മൃഗങ്ങൾക്കും എല്ലാം തുല്യ അവകാശമാണ്. ഞാനത് വിശ്വസിക്കുന്ന ആൾ തന്നെയാണ്. അവർക്കുള്ള അതേ അവകാശം മനുഷ്യനുമുണ്ട്, മനുഷ്യനുള്ള അവകാശം അവർക്കുമുണ്ട്. അവരുടെ ആവാസ വ്യവസ്ഥയെ, മൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥയെ തകിടം മറിക്കുന്നതും ശരിയല്ല, മൃഗങ്ങൾ മനുഷ്യനെ ആക്രമിക്കുന്നതും ശരിയല്ല. അപ്പോൾ ഇതിനകത്ത് നമുക്ക് തർക്കമില്ല. പക്ഷേ തെരുവ് നായയെ മനുഷ്യൻ പോയിട്ട് അങ്ങോട്ട് ആക്രമിക്കുകയല്ലല്ലോ. മനുഷ്യൻ നടന്നു പോകുന്നവരെ, അല്ലെങ്കിൽ സ്കൂളിലേക്ക് പോകുന്ന കുഞ്ഞുങ്ങളെ, അല്ല വീട്ടിലേക്ക് വരുന്ന കുഞ്ഞുങ്ങളെയാണ് ഇത് ഉപദ്രവിക്കുന്നത്. അത് തെരുവ് നായ അറിഞ്ഞുകൊണ്ടാണ് ഉപദ്രവിക്കുന്നത്. ഞാൻ ഇന്ന കുട്ടിയെ പോയി കടിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ്, അല്ല. അത് പ്രകോപനപരമായി അതിൻ്റെ സ്വഭാവം മാറുന്ന സാഹചര്യമാണ്. അതുകൊണ്ടാണ് പേവിഷം. അപ്പോൾ ഇതിനെന്താണ് സൊല്യൂഷൻ? ഇതിനാരാണ് പരിഹാരം തേടേണ്ടത്? ചിലർ പറയും ഇതിനെല്ലാം വിഷം കൊടുത്ത് കൊന്നാൽ മതി. ഒരു ഉറുമ്പിനെ പോലും നോവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ. ഒരു പട്ടിക്ക്, അത് എത്ര പേപിടിച്ച പട്ടിയാണെങ്കിലും അതിനെ കൊല്ലുക എന്ന് പറയും നമ്മളെ സംബന്ധിച്ച് വിഷമമുള്ളൊരു കാര്യമാണ്. അപ്പോഴാണ് റോഡിൽ കിടക്കുന്ന പട്ടിക്ക് ഭക്ഷണം കൊണ്ട് കൊടുത്ത് വിഷം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് ക്രൂരരായ മനുഷ്യർക്കേ പറ്റുള്ളൂ. അതൊന്നും നമ്മൾ ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അപ്പോൾ എന്താണ് ചെയ്യുക?
അപ്പോൾ എന്താണ് പരിഹാരം? മൃഗസ്നേഹികളായിട്ടുള്ള ഒരുപാട് മനുഷ്യരുണ്ട്. അവർ പറയുന്ന ഇതിനെയൊന്നും കൊല്ലാൻ പാടില്ല, ഇതിന് മറ്റു കാരണങ്ങളാണ് അല്ല, ഇതിനെ ഉപദ്രവിക്കാൻ പാടില്ല എന്ന് പറയും. എന്നാൽ കുറേ ആൾക്കാർ ഇതിനെല്ലാം കൊല്ലണമെന്ന് പറയും. അപ്പോൾ ഈ ഒരു വൈകാരികമായ പ്രതലത്തിലല്ല ഈ വിഷയം കൈകാര്യം ചെയ്യേണ്ടത്. ഇത് ആരാണ് ഇതിന് സൊല്യൂഷൻ കാണേണ്ടത്? എന്താണ് സൊല്യൂഷൻ? എങ്ങനെ ഇത് പരിഹരിക്കാൻ കഴിയും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയാണ്. കാരണം ഇത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ഞാൻ പല സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ അല്ലെ പല കാര്യങ്ങൾ വായിക്കുമ്പോൾ പരിഷ്കൃതമായ ലോകത്ത് നമ്മൾ സാമ്പത്തിക രംഗത്ത് 1-ാം രാജ്യമാണെന്ന് പറയുന്നു, വിദ്യാഭ്യാസ രംഗത്ത് 1-ാം രാജ്യമാണെന്ന് പറയുന്നു, ആരോഗ്യരംഗത്ത് വലിയ മെച്ചമാണെന്ന് പറയുന്നു, ലോകരാഷ്ട്രങ്ങളുടെ പട്ടികയിൽ നമ്മുടെ സ്ഥാനം കുതിച്ചുയരുകയാണെന്ന് പറയുന്നു, ശതകോടീശ്വരന്മാരുടെ എണ്ണം ഇന്ത്യയിലാണെന്ന് പറയുന്നു. അങ്ങനെ എല്ലാ മേഖലകളും ശാസ്ത്ര, സാങ്കേതിക, കായിക, വിദ്യാഭ്യാസ മേഖലയൊക്കെ ഇന്ത്യ കുതിച്ച് ചാടുമ്പോൾ അങ്ങനെ ചാടുന്ന ഇന്ത്യയിലാണ് റോഡിൽ നടന്നു പോകുന്ന മനുഷ്യർ പട്ടികടിയേറ്റ് മരിക്കുക, പേവിഷബാധയേറ്റ് മരിക്കുക, അതിൻ്റെ പ്രോപ്പറായ വാക്സിനേഷൻ ഇല്ലാതെ മരിക്കുക എന്ന് പറയുന്നത് എന്തോ ഒരു അപരിഷ്കൃതമാണ് എന്നാലോചിച്ച് നോക്കിയാൽ മതി. അതിൻ്റെ അപ്പുറത്തേക്കൊരു വാക്കില്ല. ലോകത്തൊരു നമ്മൾ കാണുന്ന ചില രാജ്യങ്ങളെപ്പറ്റി നമ്മൾ വിശകലനം ചെയ്യും. അവിടെ ഇപ്പോഴും കൾച്ചർ വന്നിട്ടില്ല, അല്ലെ അവിടെ ഇപ്പോഴും മനുഷ്യൻ തമ്മിൽ തല്ലുന്നു എന്ന് പറയുന്ന രാജ്യത്ത് പോലും ഒരു തെരുവ് നായ ഒരു മനുഷ്യനെ കടിച്ച് കൊല്ലപ്പെടുന്ന സാഹചര്യം അത് നമ്മുടെ നാട്ടിലാണ്, പ്രത്യേകിച്ച് കേരളത്തിൽ വളരെ കൂടുതലാണ് എന്ന് കണക്കുകൾ വരുന്നു. ആരാണ് ഇതിന് പരിഹാരം തേടേണ്ടത്? എന്താണ് പ്രതിവിധി? അതുകൊണ്ടാണ് ഈ സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ വിശകലനം ചെയ്യാം എന്ന് ആഗ്രഹിച്ചത്. കോടതി എന്താണ് ഇന്നലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻ്ററിം ഓർഡറിൽ പറഞ്ഞിരിക്കുന്നത്? കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിരീക്ഷണം 2 ആഴ്ചയ്ക്കകം തെരുവ് നായകളെ മുഴുവൻ നീക്കം ചെയ്യണം. 8 ആഴ്ചയ്ക്കകത്ത് സുപ്രീം കോടതിയിൽ ഇതിൻ്റെ റിപ്പോർട്ട് കേരളത്തിൻ്റെ സെക്രട്ടറി അല്ലെങ്കിൽ കേരളത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് സത്യവാങ്മൂലം കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. ഷെൽട്ടർ ഹോമുകളിലേക്ക് തെരുവ് നായകളെ മാറ്റണം. വന്ധീകരിക്കപ്പെട്ട തെരുവ് നായ്ക്കളെ പിന്നീട് അവിടെ തന്നെ വിടാൻ പാടില്ല. ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിനെ പറ്റി ഒക്കെ വിശകലമായ ഒരു ജഡ്ജ്മെൻറ്റ് വന്നിരിക്കുന്നു. ഞാനൊരു രസകരമായ കാര്യം പറയാം. അതായത് 2017-18 കാലഘട്ടങ്ങളിലാണ് ഒരു ദിനപത്രത്തിൽ ഞാനൊരു വാർത്ത വായിക്കുകയാണ്. കൊല്ലം ജില്ലയിൽ മുഴുവൻ തെരുവ് നായ്ക്കളെ ഉന്മൂലനം ചെയ്യാന്ന് പറയുന്നത് ABC പദ്ധതി പ്രോപ്പറായി ആവിഷ്കരിക്കുക. ABC പദ്ധതി എന്ന് പറഞ്ഞാൽ ആനിമൽ ബർത്ത് കൺട്രോൾ എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ്. അതായത് തെരുവ് നായ്ക്കളുടെ ജനനം നിയന്ത്രിക്കുക, ഇതിൻ്റെ ജനന പ്രക്രിയ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. വാർത്ത ഇതാണ്: ആശ്രാമത്ത് കൊല്ലം കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥരും തെരുവ് നായ പിടിക്കുന്നവരുമൊക്കെ ചേർന്ന് ഒരു വലിയ ഡ്രൈവ് ചെയ്യുന്നു. അപ്പോൾ ഇത് നമ്മൾ കാണാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ ഞാൻ കണ്ടൊരു കാഴ്ച, വൈകുന്നേരത്ത് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരും തെരുവ് നായ പിടിക്കുന്നവരും ഒക്കെ വരുന്നു. ഇതിനെ കൂട്ടമായിട്ട് വലയൊക്കെ ഇട്ട് പിടിച്ചുകൊണ്ട് പോകുന്നു. അപ്പം ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇത് ABC പദ്ധതിയുടെ ഭാഗമായിട്ട്, ആനിമൽ ബർത്ത് കൺട്രോൾ എന്ന് പറയുന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് കോർപ്പറേഷൻ ഫണ്ട് വകയിരുത്തി ഇതിൻ്റെ ജനന പ്രക്രിയ നിയന്ത്രിക്കാനുള്ള വന്ധീകരണ ശസ്ത്രക്രിയ ചെയ്യാൻ വേണ്ടി പട്ടികളെ കൊണ്ടുപോവാണ്. വന്ധീകരണം എന്ന് പറഞ്ഞാൽ ഞാൻ കൂടുതൽ അതിനെപ്പറ്റി സംസാരിക്കേണ്ട കാര്യമില്ല. അത് ചെയ്ത് പട്ടികളെ സുരക്ഷിതമായി അതിൻ്റെ സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് വിടുക, ഈ പ്രക്രിയയ്ക്ക് വേണ്ടി കൊണ്ടുപോവാണ്. അപ്പം എന്താണ് സംഭവിക്കുന്നത്? ആ തെരുവ് നായ്ക്കൾ മാത്രമേ പിന്നെ ഉള്ളൂ. തെരുവ് നായ്ക്കൾ മൂലം മറ്റു കുഞ്ഞുങ്ങൾ ഉണ്ടാവാതിരിക്കുകയും ഇതിൻ്റെ ജനന പ്രക്രിയ കുറയ്ക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതുതന്നെയാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഇതിനെ പിടിച്ചുകൊണ്ട് പോയി വലിയ വാർത്തയായിരുന്നു. ഒരു തെരുവ് നായ വന്ധീകരിക്കുന്നതിന് ഒരു നിശ്ചിത എമൗണ്ട് വെച്ച് ഏതാണ്ട് 500ഓളം തെരുവ് നായ്ക്കളെ കൊല്ലം കോർപ്പറേഷൻ്റെ പരിധിയിൽ വന്ധീകരിക്കുമെന്നായിരുന്നു വാർത്ത. അങ്ങനെ കൊണ്ടുപോയി. ഒരു വർഷം കഴിഞ്ഞപ്പോൾ അതേ ദിനപത്രത്തിൽ മറ്റൊരു വാർത്ത വരുന്നു. അതായത് ഇവർ വന്ധീകരിക്കാൻ കൊണ്ടുപോയ തെരുവ് നായയുടെ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ വന്ധീകരിക്കും, കൊണ്ടുപോയി എന്നിട്ട് ശസ്ത്രക്രിയ ചെയ്യും, എന്നിട്ട് ഇതിൻ്റെ ചെവിയിൽ ഒരു ചെറിയ ഒരു പഞ്ച് അല്ലെങ്കിൽ ഒരു ചെറിയൊരു സ്റ്റിക്കർ പോലെ ഒട്ടിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഊരിപ്പോവാത്ത രീതിയിൽ. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്രമല്ല ചെവി ചെറുതായിട്ട് മുറിക്കുകയും ചെയ്യും. അപ്പം നമുക്ക് ദൂരെ നിന്ന് കാണുമ്പോൾ ഈ തെരുവ് നായ വന്ധീകരിക്കപ്പെട്ട തെരുവ് നായാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. പിന്നീട് ഇവർ വന്ന് തെരുവ് നായ്ക്കളെ പിടിക്കാൻ പോകുമ്പോൾ വീണ്ടും ഇതിനെ പിടിച്ചുകൊണ്ട് പോകേണ്ട സാഹചര്യമില്ല, ഇതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ വാർത്ത വന്നത് ഇങ്ങനെയാണ്: ഇതുപോലെ ഒരു വർഷം മുമ്പ് വന്ധീകരിക്കാൻ വേണ്ടി കൊല്ലം കോർപ്പറേഷനിൽ നിന്ന് ഉദ്യോഗസ്ഥരും ഡോക്ടർമാരും ഒക്കെ വന്ന് പിടിച്ചുകൊണ്ട് പോയ ഒരു തെരുവ് നായ, ചെവിയിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ചെവി കട്ട് ചെയ്ത ഒരു അച്ച് കുത്തിയ ഒരു തെരുവ് നായ ആശ്രാമത്ത് പാർക്കിൻ്റെ സൈഡിൽ 10 കുഞ്ഞുങ്ങളെ പ്രസവിച്ച് കിടക്കുന്നു. സത്യത്തിൽ എന്തോ ഒരു വിരോധാഭാസമാണ്. അപ്പം ഞാൻ പലപ്പോഴും പല വേദിയിൽ ചോദിച്ചു, പിന്നെ ആരുടെ വന്ധീകരണമാണ് നടത്തപ്പെട്ടത് എന്ന് അറിയാൻ സാധാരണ ജനത്തിന് അവകാശമില്ല എന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അതിൻ്റെ പൊളിറ്റിക്കൽ സെൻസിലോട്ടൊന്നും പറയുകയല്ല. അതായത് പ്രോപ്പറായി ചെയ്യപ്പെടുന്നില്ല. കുറേ തെരുവ് നായ്ക്കളെ പിടിച്ചുകൊണ്ട് പോകുന്നു, അതിൻ്റെ പുറത്ത് കുറേ ഫണ്ട് മാറുന്നു. ഒരു 10-50 പേരെ തെരുവ് നായ്ക്കളെ ഇത് ചെയ്യുന്നു, ബാക്കിയുള്ളതിനെയൊക്കെ പുറത്തേക്ക് ഇറക്കി വിടുന്നു. എന്നാൽ പത്രത്തിൽ വലിയ ഉദ്ഘാടനവും പേരും ഒക്കെ വരുന്നു, പക്ഷേ പ്രോപ്പറായി ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ എന്താണ് പ്രശ്നം?
നമ്മുടെ ജനങ്ങളുടെ നികുതി പണവും അതിൻ്റെ പുറത്ത് ചെലവഴിച്ചു എന്നുള്ള പേരിൽ ഫണ്ട് ദുർവിനിയോഗം ചെയ്യുന്നു. അതിൻ്റെ പേരിലും അഴിമതികൾ സംഭവിക്കുന്നു. അപ്പം ജനമാണ് ഇതിലൊക്കെ അനുഭവിക്കുക. അപ്പോൾ ഈ പദ്ധതി എന്താണെന്ന് കൂടി മനസ്സിലാക്കണം. ഈ പദ്ധതി ABC പദ്ധതി എന്ന് പറയുന്നത് ഇതിനെ വന്ധീകരിക്കുക മാത്രമല്ല. നമുക്കറിയാം ഇതുമായി ബന്ധപ്പെട്ട് പല കോടതികളിലേക്ക് പല മനുഷ്യരും കേസുമായി പോയിട്ടുണ്ട്. ഇതിനെ കൊല്ലാൻ ഉത്തരവ് വേണം, ഇതിനെ നശിപ്പിക്കാൻ ഉത്തരവ് വേണം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പല സാഹചര്യത്തിൽ പോയിട്ടുണ്ട്. കേരളത്തിലെ ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സുപ്രീം കോടതിയിൽ പോയത് ഒരു ഹർജി കൊടുത്തത് തെരുവ് നായ്ക്കളെ കൊല്ലാൻ ഉത്തരവിടണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. കളക്ടർക്ക് പറ്റിയ ഉത്തരവ് കൊടുക്കണം. സുപ്രീം കോടതി ജഡ്ജി അവിടെ ചേംബറിൽ നിന്നും ഇറങ്ങി വന്ന് ഈ ഹർജി കക്ഷിയെ അടിച്ചില്ല എന്നേ ഉള്ളൂ. ഞാനത് ഒരു രസകരമായി പറഞ്ഞു എന്നേ ഉള്ളൂ. കാരണം കോടതി പറഞ്ഞു പറ്റില്ല, ഒറ്റ പദ്ധതിയുള്ളൂ ഇന്ത്യയിൽ, അതിൻ്റെ അപ്പുറത്തേക്ക് ഇനി ഒരു പദ്ധതിയില്ല, അത് കൃത്യമായി നടപ്പിലാക്കിയാൽ ഈ വിഷയം അവസാനിക്കും. സുപ്രീം കോടതി അടിവരായിട്ട് പറഞ്ഞു ABC പദ്ധതി നടപ്പിലാക്കുക. അപ്പോൾ നിങ്ങൾ ചോദിക്കും ABC പദ്ധതി എന്ന് പറഞ്ഞാൽ വന്ധീകരിക്കുക മാത്രമാണോ? അല്ല. ഈ ABC പദ്ധതിയുടെ ഭാഗമായിട്ട് ഈ തെരുവ് നായ്ക്കളുടെ പുനരധിവാസം വരെ പറയുന്നുണ്ട്. ഇപ്പോൾ ബാംഗ്ലൂർ കോർപ്പറേഷൻ അവരുടെ ബഡ്ജറ്റിൽ 22 രൂപയാണ് ഒരു തെരുവ് നായ്ക്ക് ഒരു ദിവസം വകയിരുത്തിയത്. എന്തിനായി ഇത് വകയിരുത്തുന്നത്? അതിന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ഇത് ഭക്ഷണം കൊടുക്കാതെ വരുമ്പോഴാണ് കൂടുതൽ വയലൻ്റ് ആകുന്നത്. അതായത് കുട്ടികളെ കടിക്കുക, ഇതിൻ്റെ ബ്ലഡിൻ്റെ മണം അല്ലെങ്കിൽ അത്രയും വിശപ്പ് വരുമ്പോഴാണ് കുട്ടികളെ കടിക്കുന്നത് ഒരു സാഹചര്യമാണിത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 22 രൂപ ബഡ്ജറ്റിൽ വകയിരുത്തിയ കോർപ്പറേഷനാണ് ബാംഗ്ലൂർ കോർപ്പറേഷൻ ABC പദ്ധതിയിൽ. അപ്പോൾ ABC പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തദ്ദേശ സ്വയംഭരണത്തിൽ ഇരിക്കുന്നവർ മനസ്സിലാക്കണം, വന്ധീകരിക്കുക മാത്രമല്ല, നിലവിലുള്ള തെരുവ് നായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കുക, അതിന് ഷെൽട്ടർ ഹോമുകൾ സ്ഥാപിക്കുക, അതുപോലെ ശസ്ത്രക്രിയ ചെയ്യുന്ന തെരുവ് നായ്ക്കളെ അതേ സ്ഥലത്ത് തന്നെ തിരിച്ചു കൊണ്ടുവിടാതിരിക്കുക. ഈ ശസ്ത്രക്രിയ ചെയ്യുന്ന നമുക്കറിയാം, തെരുവ് നായ്ക്കളെ ശസ്ത്രക്രിയ ചെയ്യാൻ വേണ്ടി ABC പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി ശസ്ത്രക്രിയ ചെയ്യാൻ ഡോക്ടർമാരെ അതിനുവേണ്ടി ഡോക്ടർമാരടുത്ത് പറഞ്ഞു. പല ഡോക്ടർമാരും ചെയ്യത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഡോക്ടറെ സംബന്ധിച്ച് ഒരു തെരുവ് നായയാണെങ്കിലും ഒരു മനുഷ്യനാണെങ്കിലും ഒരു ഡോക്ടർ അവരുടെ പ്രൊഫഷൻ ചെയ്യുന്ന അങ്ങേയറ്റം എത്തിക്സോട് കൂടിയാണ്. ചുമ്മാ കുത്തിക്കെട്ടി കീറി മുറിച്ച് ഇതിനെ അങ്ങ് വിടാൻ കഴിയില്ല. അപ്പോൾ ABC പദ്ധതി പ്രകാരം പറയുന്നുണ്ട്, ഇതിൻ്റെ ശസ്ത്രക്രിയ ചെയ്യണമെങ്കിൽ ശീതീകരിച്ച ഒരു സർജിക്കൽ റൂം ഉണ്ടായിരിക്കണം. അതുമായി ബന്ധപ്പെട്ട് ഓപ്പറേഷൻ ചെയ്യാൻ കഴിയുന്ന എല്ലാ സാധന സാമഗ്രി ഇതൊന്നുമില്ല. ഏതെങ്കിലും ഒരു ബിൽഡിംഗ് വാടകയ്ക്ക് എടുക്കുന്നു, അവിടെ കുറേ പട്ടികളെ കൊണ്ട് കൊടുക്കുന്നു, ഡോക്ടറോട് ഒരു വെറ്റിനറി ഡോക്ടറോട് ചെയ്യുക, അവർ ചെയ്യത്തില്ല. പലരും പിണങ്ങിപ്പോകുന്ന സാഹചര്യം, ഗവൺമെൻറ്റുമായി തെറ്റുന്ന സാഹചര്യം ഉണ്ടായി, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായിട്ട് വഴക്കിടുന്ന സാഹചര്യം ഉണ്ടായി. ഫണ്ട് മാത്രം പോരല്ലോ, ഇതിനുള്ള ആധുനിക സജ്ജീകരണങ്ങൾ, മരുന്നുകൾ, ഇത് മുറിവ് തുന്നിക്കെട്ടാനും വെച്ചുകെട്ടാനും, ഇത് ഇത്ര ദിവസം അതിനുശേഷം ശസ്ത്രക്രിയ ചെയ്തതിന് ശേഷം ഇത്രയോ ദിവസം അതിനെ നിരീക്ഷിക്കണം. ആ മുറിവ് ഉണങ്ങിയിട്ട് അതിനെ കൊണ്ടുവിടാവും. മുറിവ് ഉണങ്ങാതെ കൊണ്ടുവിട്ടാൽ ഇതൊക്കെ റോഡിൽ ചത്ത് കിടക്കും. അപ്പോൾ ഈ ഒരു പ്രോസസ്സ്, ഈ ഒരു സിസ്റ്റം പ്രോപ്പറല്ല. അതിന് ഭക്ഷണം കൊടുക്കണം, അതിന് ഷെൽട്ടർ ഹോമുകൾ ഉണ്ടാവണം, അതുപോലെ തന്നെ വന്ധീകരിക്കുന്ന നായകൾക്ക് അതിനെ കാലാവധി വരെ അതിനെ സൂക്ഷിക്കണം. ഇങ്ങനെയൊക്കെയുള്ള വലിയൊരു പ്രോസസ്സാണ്, അതിൻ്റെ പുനരധിവാസം ഉൾപ്പെടെ പറയുന്ന ഒരു പ്രോസസ്സാണ് ABC പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ABC പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വന്ധീകരണം മാത്രമാണ്, അങ്ങനെയല്ല. അപ്പോൾ ഈ പദ്ധതി, കടലാസിലുള്ള ഈ പദ്ധതി കേരളത്തിലെ ഗവൺമെൻറ്, അത് X or Y ആരുടെ ഗവൺമെൻറ് ആവട്ടെ, ആര് ഭരിച്ചോട്ടെ, നമ്മൾ പലപ്പോഴും പറയില്ല, ഈ ഭരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പാർട്ടി ഭരിച്ചാൽ ആ തിരഞ്ഞെടുക്കപ്പെടാൻ വേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ് രാഷ്ട്രീയ പാർട്ടി. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഗവൺമെൻറ്റാണ്, എൻ്റെ മുഖ്യമന്ത്രിയാണ്, എൻ്റെ തദ്ദേശ സ്വയംഭരണ മന്ത്രിയാണ്, എൻ്റെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റാണ്. അവരുടെ പൂർണ്ണ ഉത്തരവാദിത്തമാണ് ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുക. അപ്പം ജീവൻ സംരക്ഷിക്കാൻ കഴിയും. ഞാൻ പലപ്പോഴും പല വേദികളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ആരെയാണ് ഈ തെരുവ് നായ കടിക്കുന്നത്? എന്നെ ഈ തെരുവ് നായ കടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഞാൻ എൻ്റെ വീട്ടിൽ നിന്നും കാറിൽ കയറി ഓഫീസിൽ പോകുന്ന ഒരാളാണ്, ഓഫീസിൽ നിന്നും കാറിൽ വീട്ടിലെത്തുന്ന ആളാണ്. പക്ഷേ എൻ്റെ മകളെ ഈ തെരുവ് നായ കടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അവൾ രാവിലെ അവളുടെ വീടിൻ്റെ മുറ്റത്ത് സ്കൂൾ ബസ് വന്നിട്ട് അവൾ പോകുന്നതാണ്. ഇതാരെയാണ് ഈ തെരുവ് നായ കടിക്കുന്നത്? തെരുവ് നായ കടിക്കുന്നത് ഇപ്പോഴും റോഡിലൂടെയൊക്കെ നടന്നു പോകുന്ന കുഞ്ഞുങ്ങളെയാണ്, കുട്ടികളെയാണ്, നടന്ന് ജോലിക്ക് പോകുന്ന മനുഷ്യരാണ്. അവർ ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണ്? അവർ സാധാരണ മനുഷ്യരാണ്. മന്ദിരങ്ങളിലോ മാളികകളിലോ ഒന്നും ജീവിക്കാൻ കഴിയാത്ത സാധാരണ മനുഷ്യർ, ചന്തയിൽ രാവിലെ നടന്നു പോയി സാധനം വാങ്ങുന്ന, സ്കൂളിൽ, ഗവൺമെൻറ് സ്കൂളിൽ രാവിലെ നടന്നു പോകുന്ന, അല്ലെങ്കിൽ പിന്നെ ട്യൂഷൻ രാവിലെ നടന്നു പോകുന്ന, അല്ലെ മാതാവിൻ്റെയും പിതാവിൻ്റെയും കൂടെ നടന്നു പോകുന്ന, കൂലിവേലയ്ക്ക് പോകുന്ന, അങ്ങനെയുള്ള മനുഷ്യരാണ് കടിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, സാധാരണ മനുഷ്യൻ അനുഭവിക്കുന്ന പ്രശ്നമാണ് ഇത്. ഫ്ലാറ്റിലും വലിയ വീടുകളിലുമൊക്കെ ഇരുന്ന് മൃഗസ്നേഹത്തെപ്പറ്റി വാതോരാതെ എഴുതാൻ നമുക്ക് വലിയ ഇഷ്ടമാണ്. ഞാൻ അവരെ കുറ്റമൊന്നും പറയുന്നില്ല. ഇപ്പോൾ നമുക്കറിയാം, കേരളത്തിൽ വലിയൊരു വിഷയമായിരുന്നു അരിക്കൊമ്പൻ എന്ന് പറയുന്ന ആന. ഞാൻ ആനയെ സ്നേഹിക്കുന്ന ഒരാളാണ്, ആനയെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പക്ഷേ എന്തായിരുന്നു അതിൻ്റെ രസം? നമുക്ക് എറണാകുളത്തെ ഫ്ലാറ്റിലൊക്കെ ഇരുന്ന് അരിക്കൊമ്പൻ, ചക്കരക്കൊമ്പൻ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കൊമ്പി എന്നൊക്കെ പറഞ്ഞ് കഥകളൊക്കെ എഴുതാം.
ആരോ ഒരു ഫേസ്ബുക്കിൽ അന്ന് എഴുതിയ ഒരു കഥ ഞാൻ ഓർക്കുകയാണ്. അതായത് ഈ അരിക്കൊമ്പൻ്റെ കാമുകിയാണ് ചക്കരക്കൊമ്പി. അപ്പം ഈ അരിക്കൊമ്പൻ അവിടുന്ന് കാമുകിയെ കാണാൻ വരുമ്പോഴും അരിക്കൊമ്പൻ വന്നിട്ട് അതിൻ്റെ അമ്മ ഉറങ്ങുന്ന അല്ലെങ്കിൽ അമ്മയുടെ ജഡം അടക്കിയിരിക്കുന്ന സ്ഥലത്ത് അതിൻ്റെ ഓർമ്മയ്ക്ക് വരും എന്നൊക്കെ പറഞ്ഞ് അതിസാങ്കല്പികമായി അതികാൽപ്പനികമായി കവിതകൾ എഴുതുകയാണ്. വൈകാരികമായി കുട്ടികൾക്കൊക്കെ ഈ ആനയെ ഫോറസ്റ്റുകാർ പിടിച്ചപ്പം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനോടൊക്കെ ദേഷ്യമാണ്, അതിനെ തുറന്നു വിടാനാണ് പറയുന്നത്. പക്ഷേ ആന എന്താ ചെയ്യുന്നത്? അതിന് ഭ്രാന്തിളകിയിട്ട് അത് മനുഷ്യനെ ചവിട്ടിക്കൊല്ലുകയാണ്. അത് കാടുകളിലൊക്കെ ജീവിക്കുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്ഥലത്ത് ജീവിക്കുന്ന മനുഷ്യരുടെ കടകൾ നശിപ്പിക്കുകയാണ്. വലിയ കടകളൊക്കെ ചവിട്ടിപ്പൊളിക്കുകയാണ്. അരിയും പഞ്ചസാരയും ഒക്കെ എടുത്തെറിയുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മനുഷ്യരെപ്പോഴും ചെയ്യുന്നത്. വലിയ സുഖസൗകര്യങ്ങൾ ഇരുന്നു കൊണ്ട്, മണിമാളുകൾ ഇരുന്നു കൊണ്ട് നമുക്ക് ഈ മൃഗസ്നേഹത്തെപ്പറ്റി സംസാരിക്കാൻ വളരെ ഈസിയാണ്. പക്ഷേ സാധാരണ മനുഷ്യർ രാവിലെ സ്കൂളിലോട്ട് നടന്നു പോകുമ്പം മാതാപിതാക്കൾക്ക് പേടിയാണ്. മോളെ പട്ടിയുണ്ട്, സൂക്ഷിച്ച് നടന്നു പോണേ, അതിനെ എപ്പോഴാണ് കടിക്കുകയെന്നറിയത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യരെ സംരക്ഷിക്കുക. അതുകൊണ്ടാണ് സുപ്രീം കോടതിയും ഹൈക്കോടതി തന്നെ ഒരു 2 മാസം മുമ്പ് ഒരു പൊതു താല്പര്യ ഹർജിയിൽ ഒരു കുട്ടി കൊടുത്ത ഒരു നിയമ വിദ്യാർത്ഥിനി കൊടുത്ത പൊതു താല്പര്യ ഹർജി കൃത്യമായി പറഞ്ഞു, യുദ്ധകാല അടിസ്ഥാനത്തിൽ ഈ വിഷയത്തിൽ സർക്കാർ ഇടപെടണം. ഇപ്പോൾ ഈ സുപ്രീം കോടതി വിധി പറഞ്ഞിരിക്കുന്നത് 2 ആഴ്ച റിപ്പോർട്ട് കൊടുക്കണം എന്നാണ്. എന്താണ് യുദ്ധകാല അടിസ്ഥാനം? കേരളത്തിൽ ഒരു യുദ്ധം നടക്കുന്നു, അപ്പം ബാക്കിയെല്ലാം നമ്മൾ മാറ്റിവെക്കും. ഇപ്പോൾ ഇന്ത്യയിലൊരു യുദ്ധം നടക്കുകയാണ്. ഇന്ത്യയും അതിർത്തി രാജ്യവുമായിട്ട് യുദ്ധം ചെയ്യാൻ പോയാൽ ഇന്ത്യയുടെ മുഴുവൻ ഭരണ സംവിധാനവും നിശ്ചലമായി. പിന്നെ ഓൺലി ഫോക്കസ് എന്ന് പറയുന്നത് ഈ വിഷയത്തിൽ മാത്രമേ. നമ്മുടെ സമ്പത്ത് മുഴുവൻ അതിനുവേണ്ടി വിനിയോഗിക്കും, നമ്മുടെ എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും അതിനുവേണ്ടി വിനിയോഗിക്കും എന്ന് പറയുന്ന പോലെ സുപ്രീം കോടതിയുടെ ഈ വിധി പ്രമാണിച്ച് കേരളത്തിൻ്റെ സർക്കാരും അതുപോലെ സർക്കാർ സംവിധാനങ്ങളും ഉദ്യോഗസ്ഥരും തദ്ദേശ സ്ഥാപനങ്ങളുമൊക്കെ ചെയ്യേണ്ട യുദ്ധകാല അടിസ്ഥാനത്തിൽ ഈ വിഷയത്തിൽ ഇടപെടണം. ഇപ്പോൾ തന്നെ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് 2 ആഴ്ചയ്ക്കകത്ത് ഈ റിപ്പോർട്ട് കൊടുക്കണം എന്നാണ്. തെരുവ് നായ്ക്കളെ മുഴുവൻ മാറ്റണം എന്നാണ്. സാധാരണ സുപ്രീം കോടതി വിധിയൊക്കെ നമുക്കറിയാം, പല വിധികളും ഉണ്ടെങ്കിലും ആ വിധികളോടൊക്കെ ഗവൺമെൻറ് എടുക്കുന്ന ഒരു ലാഘവത്വമുണ്ട്. അവിടെ വക്കീലിനെ വെച്ചിട്ട് കോടതിയിൽ കേസ് വരുമ്പം സമയം നീട്ടി ചോദിക്കുക, അല്ലെങ്കിൽ പിന്നെ വീണ്ടും അതിന് അഫിഡവിറ്റ് കൊടുക്കുക, പല വ്യാഖ്യാനങ്ങൾ കൊടുക്കുക, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല എന്ന് പറയാം. പക്ഷേ ഇതിലങ്ങനെ ചെയ്യരുത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗവൺമെൻറ്റിനും ഗവൺമെൻറ് സംവിധാനത്തിനും വേണമെങ്കിൽ ഈ കേസ് നീട്ടിക്കൊണ്ടു പോകാം, അല്ലെങ്കിൽ ഈ കേസ് ഒരുപാട് സമയത്തേക്ക് മാറ്റിവെപ്പിക്കാം, അല്ലെങ്കിൽ ഉന്നതന്മാരെ വക്കീലിനെ ഇറക്കി സുപ്രീം കോടതിയിൽ ഈ കേസ് ഒരുപാട് സമയം നീട്ടിവെപ്പിക്കാം. പക്ഷേ അങ്ങനെ നീട്ടിവെപ്പിക്കുമ്പോൾ, അങ്ങനെ നീണ്ടു പോകുമ്പോൾ അത് ആരെയാണ് ബാധിക്കുന്നത് എന്ന് അറിയാനുള്ള സാമാന്യ ബോധം നമ്മളെ ഭരിക്കുന്നവർക്കുണ്ടാവണം. കാരണം ഇത് ബാധിക്കുന്നത് മറ്റൊരു കേസ് പോലെയല്ല, 2 വ്യക്തികൾ തമ്മിലുള്ള കേസ് പോലെയല്ല, അല്ലെങ്കിൽ ഗവൺമെൻറ്റും ഏതെങ്കിലും തമ്മിലുള്ള തർക്കത്തിൻ്റെ ഈഗോയുടെ പ്രശ്നമല്ല. ഇത് എൻ്റെ നാട്ടിലെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണെന്ന് ഭരണാധികാരികൾ തീരുമാനിക്കുകയും ഈ 2 ആഴ്ചയും 8 ആഴ്ചയും യുദ്ധകാല അടിസ്ഥാനത്തിൽ കേരളത്തിലുടനീളം ഈ ഷെൽട്ടർ ഹോമുകൾ സ്ഥാപിക്കുകയും, നമുക്കറിയാം നമ്മളൊരു വയനാട് ദുരന്തം വരുമ്പോൾ അല്ലെങ്കിൽ അത്തരം ദുരന്തങ്ങൾ വരുമ്പോൾ ഗവൺമെൻറ് മിഷനറി പ്രവർത്തിക്കുന്നത് കൺട്രോൾ റൂമുകൾ തുറക്കും. അത് പെട്ടെന്ന് തന്നെ ഉദ്യോഗസ്ഥരെ അതുമായി ബന്ധപ്പെട്ട് പിന്നെ വിന്യസിക്കും, അവർക്ക് ഡ്യൂട്ടികൾ കൊടുക്കും, അല്ലെങ്കിൽ പലരെയും അവിടേക്ക് സബ് ഡെലിഗേറ്റ് ചെയ്യും എന്ന് പറയുന്ന പോലെ സുപ്രീം കോടതിയുടെ ഈ വിധി വളരെ വേഗത്തിൽ നടപ്പിലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം. അതാണ് ഞാൻ ആ വാക്ക് യുദ്ധകാല അടിസ്ഥാനത്തിൽ ഒരു യുദ്ധം സംഭവിക്കുന്ന എമർജൻസി കാര്യങ്ങൾ ചെയ്യുന്ന പോലെ ഇത് ചെയ്യണം. അതൊരു ഈഗോയുടെ പുറത്തല്ല. കാരണം ഇത് സുപ്രീം കോടതി ഡയറക്റ്റ് എടുത്ത കേസാണ്, ഗവൺമെൻറ്റിനെ താറടിക്കാൻ വേണ്ടി ആരെങ്കിലും കോടതിയിൽ പോയതല്ല. അപ്പോൾ ഈ രീതിയിൽ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. തെരുവ് നായ്ക്കളെ മുഴുവൻ വെടിവെച്ച് കൊല്ലണമെന്നും പറയുന്ന ആളല്ല ഞാൻ, അതൊന്നും പാടില്ല. അത് അവർക്ക് തെരുവ് നായ ഉണ്ടാവാതിരിക്കാൻ. അതുപോലെ നമുക്കറിയാം പലരും മൃഗസ്നേഹികളാണ്, മൃഗങ്ങളെ വളർത്തും. എന്നിട്ട് നമ്മളിപ്പോഴും കാണുന്ന കാഴ്ചയാണ്, വീട്ടിൽ നായ്ക്കൾ പ്രസവിക്കുമ്പോൾ അത് പെൺകുഞ്ഞുങ്ങളാണെങ്കിൽ അല്ല പെൺപട്ടി കുഞ്ഞുങ്ങളാണെങ്കിൽ അതിനെ കൊണ്ട് കളയുക. കൃത്യമായ നടപടിയെടുക്കണം, അതൊക്കെ പരിശോധിക്കണം, അതിനുവേണ്ടി ഡ്രൈവ് ചെയ്യണം, അതിനുവേണ്ടി പെട്രോളിംഗ് സംവിധാനം ഉണ്ടാക്കണം, അതിനുവേണ്ടി പ്രത്യേക പോലീസ് ഫോഴ്സ് ഉണ്ടാവണം. ഇപ്പം വിദേശ രാജ്യങ്ങളിലൊക്കെ എൻവയോൺമെൻറ്റൽ പോലീസ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. നമ്മുടെ ലോ ആൻഡ് ഓർഡർ പോലീസ്, എൻവയോൺമെൻറ്റൽ പോലീസ് റിക്രൂട്ട് ചെയ്യണം ചെറുപ്പക്കാർ. നമ്മുടെ നാട്ടിലെ വിദ്യാസമ്പന്നരായ എത്രയോ ചെറുപ്പക്കാർ തൊഴിലില്ലാതെ ജീവിക്കുന്നുണ്ട്. അവരെയൊക്കെ ക്രോഡീകരിച്ചുകൊണ്ട്, റെസിഡൻസ് അസോസിയേഷനൊക്കെ ക്രോഡീകരിച്ചുകൊണ്ട് ഒരു പ്രത്യേക ഗവൺമെൻറ് ഓർഡറിൻ്റെ ഭാഗമായിട്ട് അവർക്കൊക്കെ സവിശേഷ അധികാരം കൊടുത്തുകൊണ്ട് അത് ഗവൺമെൻറ്റിലേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഇതൊരു വിഷനാണ്, ഇതൊരു ഭാവനയാണ്. അത് ചെയ്യാൻ ഭരണാധികാരികളുടെ സമയം ഉണ്ടാവണം. അതുപോലെ വേസ്റ്റ് മാനേജ്മെൻറ്റ് അത് വലിയ പ്രശ്നമാണ്. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ എല്ലാ സ്ഥലത്തും വേസ്റ്റ് ഉണ്ട്. ഇപ്പം താമരശ്ശേരിയിൽ തന്നെ വലിയൊരു കേരളത്തിൽ ക്രമസമാധാന പ്രശ്നം കോഴിക്കോട് നടന്നതുപോലും ഈ വേസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയമാണ്. വേസ്റ്റ് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ട് കൂട്ടിയിടുക എന്നുള്ളതല്ല. മനുഷ്യൻ ഭക്ഷണം കഴിക്കുമ്പോൾ വേസ്റ്റ് ഉണ്ടാവും, പ്ലാസ്റ്റിക് വേസ്റ്റുകളുണ്ടാവും. അത് നിർമ്മാർജ്ജനം ചെയ്യുക, അല്ലെങ്കിൽ അത് പരിസ്ഥിതിക്ക് അനുയോജ്യമായ രീതിയിൽ അതിനെ ശുദ്ധീകരിക്കുക എന്നൊക്കെ പറയുന്നതും ഈ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ നമ്മൾ ചോദിക്കും സിസ്റ്റം നമുക്ക് ഉത്തരവാദിത്തമില്ലേ? ഈ സിസ്റ്റം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ആണ് ഫോഴ്സ് അല്ലെങ്കിൽ എൻഫോഴ്സ് ചെയ്യുക എന്നുള്ളതാണ് ഗവൺമെൻറ് സംവിധാനങ്ങളുടെ ഉത്തരവാദിത്തം. അവരത് പ്രോപ്പറായി ചെയ്യാൻ, അതല്ലാതെ അനാവശ്യമായ വിവാദങ്ങളുടെ പുറകെ പോയി ജനങ്ങളെ
തമ്മിൽ അടുപ്പിക്കുക, മനസ്സിലേക്ക് അവർക്ക് എന്താ പറയുക, അവരുടെ മനസ്സിൽ വർഗീയതയും അല്ലെങ്കിൽ മതപരമായ ചിന്തയും കുത്തിവെക്കുക, അനാവശ്യമായ വിവാദങ്ങൾ. ഇപ്പോൾ ടെലിവിഷൻ രാവിലെ തുറന്നു നോക്കിയാൽ നമുക്ക് ഒരു പ്രയോജനവുമില്ലാത്ത പരാമർശങ്ങളാണ് ഒരു ദിവസങ്ങളോളം ചർച്ച ചെയ്യുന്നത് ടെലിവിഷൻ മാധ്യമങ്ങൾ. ഞാൻ ആ വിഷയത്തിൽ ഈ ടെലിവിഷനെ ഞാൻ അംഗീകരിക്കുകയാണ്. കാരണം ഇത് ജനങ്ങൾക്ക് ആവശ്യമുള്ള വിഷയങ്ങൾ, ഒരുപക്ഷെ വലിയ റീച്ച് ഉണ്ടാവാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ ഭയങ്കര റേറ്റിംഗ് ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷേ നിങ്ങൾ റേറ്റിംഗ് ഉള്ളതിനെപ്പറ്റി നോക്കുക. അവിടെ എന്താണ് പരാമർശങ്ങൾ, ഏതെങ്കിലും തരത്തിലുള്ള വർഗീയ പരാമർശങ്ങൾ, തമ്മിലുള്ള ഭിന്നിപ്പുകൾ സംസാരിക്കുക, അതിൻ്റെ പുറത്ത് ദിവസങ്ങളോളം ഡിസ്കഷൻസ് ഉണ്ടാക്കുക. അപ്പോൾ ഈ വിഷയങ്ങൾ സംസാരിക്കുക, ജനങ്ങൾ അനുഭവിക്കുന്ന സുഖമായി സന്തോഷമായി. എൻ്റെ നാട്ടിൽ പോയാൽ ഇപ്പം വിദേശത്തുനിന്നൊക്കെ പിള്ളേർ മലയാളികൾ വരും, പറയും മക്കളെ പുറത്തിറങ്ങി നടക്കല്ലേ പട്ടിയടിക്കും എന്ന് പറയുകയാണ്. നമ്മൾ തിളക്കം സിനിമ കണ്ടതാണ്. കുട്ടിയുണ്ട് സൂക്ഷിക്കുക എന്നൊക്കെ പറയുന്ന പോലെ, പട്ടിയുണ്ട് സൂക്ഷിക്കുക ബോർഡ് മാറ്റി കുട്ടിയുണ്ട് സൂക്ഷിക്കുക എന്ന് എഴുതി വെക്കണമെന്നൊക്കെ പറയുന്ന പോലെ വീടുകളിൽ എഴുതി വെക്കേണ്ടി വരും. തെരുവിൽ പട്ടിയുണ്ട് കുട്ടികൾ സൂക്ഷിക്കുക എന്ന് എഴുതി വെക്കേണ്ട സാഹചര്യമുണ്ട്. അപ്പോൾ ഇതാണ് എനിക്ക് തോന്നുന്നു, നമ്മൾ പറയുന്ന വീഡിയോ കേട്ടായിരിക്കും വീണ്ടും തെരുവ് നായ കുരയ്ക്കുന്നു. അപ്പോൾ ഞാൻ ഈ വിഷയം അവസാനിപ്പിക്കുകയാണ്. അതുപോലെ വീട്ടുകളിൽ നായ്ക്കളെ വളർത്തുമ്പോൾ ലൈസൻസ് എടുക്കണം. ലൈസൻസ് ഇല്ലാതെ തെരുവ് നായ വളർത്തിയാൽ വളരെ ഭീമമായ ഫീസ് ഈടാക്കണം. ഒരു പട്ടിയെ വീട്ടിൽ വളർത്തുമ്പോൾ അതിൻ്റെ പ്രോപ്പർ ഹൈജീനും അതിൻ്റെ ഭക്ഷണ കാര്യങ്ങളും, അതിനെ എങ്ങനെ വളർത്തുന്നു, അതിന് ഈ പറയുന്ന ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ടോ, അതിന് വാക്സിനേഷൻ ഉണ്ടോ, ഇതൊക്കെ പരിശോധിക്കുന്ന, അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ് ഇതിൻ്റെ സിസ്റ്റം പ്രോപ്പർ ആവണം. അതിന് ഈ കോടതി വിധിയും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഉപകരിക്കട്ടെ എന്ന് മാത്രം പറയുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹം, നന്ദി. മറ്റൊരു എപ്പിസോഡുമായി കാണാം. താങ്ക് യു സോ മച്ച്.